പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരും വഴിയുള്ള കൂട് പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരും വഴിയുള്ള കൂട് കണ്ണാടൻ കെട്ടുന്നുണ്ടല്ലോ ഓഹോ അത് നിന്നെ പൂട്ടാനാണല്ലോ തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം ദുന്ദനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം ദുന്ദനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം ദുന്ദനാനേന. കണിയല്ലേ കൺമണിയല്ലേ ആദ്യം ചൊല്ലും നിൻ കണവൻ കണ്ണാ നീ വേൽ കൊള്ളല്ലേ നീയും ചൊല്ലും ഓ കഥ മാറും ചേകവനാകും ഉരുമിയെടുക്കും പടവീരൻ ഹേ ഹേ പിന്നോതിര കടകം ഹേ ഹേ എരിപൊടി അംഗം കേട്ടോ നീ കേട്ടോ ഈ കൂട്ടിൽ പെട്ട പിന്നെ നീലാകാശം കണ്ടോരില്ലെന്നാരോ ചൊല്ലുന്നേ കണ്ണാ എൻ കണ്ണാ ഞാൻ കള്ളത്താക്കോൽ തീർക്കും വെള്ളിപ്പക്ഷിക്കൊപ്പം മേലെ വിണ്ണിൽ പാറും ഞാനും മിടുക്കിയെ മെരുക്കുകാലി കുറുക്കിലാക്കി കുറുമ്പൊതുക്കി തടങ്കലിൽ കളച്ചു കാണാൻ മനസ്സിനും ഒരു കൊതിയുണ്ടല്ലോ കുറുമ്പുകൾ കുറുമ്പ് കൂട്ടം നുഴഞ്ഞു കേറാതടച്ചു കെട്ടി എനിക്കതും ഒരുക്കി നൽകും ഒരു സ്വർഗം തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം ദുന്ദനാനേന പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിം വഴിയുള്ള കൂട് പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിം വഴിയുള്ള കൂട് കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ ഹോ 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 അത് നിന്നെ പൂട്ടാനാണല്ലോ തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം ദുന്ദനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം ദുന്ദനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം ദുന്ദനാനേന മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം ദുന്ദനാനേന മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം ദുന്ദനാനേന മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം ദുന്ദനാനേന. അതായത് ഞാൻ നിങ്ങളുടെ പ്രമോദ് ചിറ്റൂർ, പ്രമോദ് മേനോൻ, അതുപോലെ തന്നെ പ്രമോദി ഒക്കെ ഞാൻ തന്നെ. എൻ്റെ വീട് വന്നിട്ട് എല്ലാവരുടെ അടുത്തും ഞാൻ എപ്പോഴും പറയാറുണ്ട്, പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ചിറ്റൂരിനടുത്തുള്ള തേളയോടിക്കടുത്തുള്ള താമരക്കുളത്തിനടുത്തുള്ള റട്ടത്തറയുടെ ഉള്ളിൽ വത്സലയമ്മയുടെ വായനാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറേ ആയിട്ടൊരു പ്രോഗ്രാം ചെയ്തിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ഒരു മാസത്തോളം ആയാലും ഒരു പ്രോഗ്രാം ചെയ്തിട്ട് അപ്പോൾ ചെയ്യാമെന്ന് അങ്ങനെ വിചാരിച്ചു. അപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു വെച്ചാൽ വളരെ സന്തോഷകരമായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. എങ്കിലും ഒരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇത് വേറൊന്നുമല്ല, നമുക്ക് ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിരുന്നു. അപ്പോൾ ഒരു അതായത് കഴിഞ്ഞൊരു പ്രോഗ്രാമിൽ ഞാൻ നിഖില വിമലിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. എന്നൊക്കെ എല്ലാവരും വളരെയധികം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു, വലിയ സന്തോഷമായി. പിന്നെ അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഞാനൊരു അതായത് നല്ല മെയിൻ ചാനലിൽ നന്നായിട്ട് നമ്പർ 1 ആയിട്ട് ഓടിക്കൊണ്ടിരിക്കണമെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നന്നായിട്ട് ഓടിക്കൊണ്ട് ലക്ഷങ്ങൾ പ്രേക്ഷകരുള്ള ഒരു സീരിയലിൻ്റെ സെറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ സെറ്റിലെ കുറേ ആൾക്കാർ കുറേ കാലമായിട്ട് എനിക്ക് അവരൊക്കെ അറിയാം. അപ്പോൾ അവരുടെ അവിടെ അവരെയൊക്കെ കുറേ പേരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി. അതിൽ പുതുതായിട്ടൊരു കുട്ടി ഇപ്പോൾ അവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി പരിചയപ്പെടാൻ പറ്റി. അത് ഇതാണ് ഫോട്ടോ. എല്ലാവർക്കും അറിയാം ഏതാ സീരിയലെന്നും, എല്ലാവർക്കും അറിയാം ഇതാരാണെന്നൊക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കാണിക്കുകയെന്ന് വെച്ചാൽ ആ നടിയുടെ കൂടെ സംസാരിക്കാൻ പറ്റി, അവരുടെ കൂടെ നിന്നിങ്ങനെ സെൽഫിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റി. ഉണ്ടോ?
അപ്പോൾ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ എന്ത് സന്തോഷം ഉണ്ടെങ്കിൽ നിങ്ങളടുത്ത് പറയും. ഇവരോടൊത്ത് ഞാൻ സംസാരിച്ച് കഴിഞ്ഞ് ഇവർ ആ സീരിയലിലെ മെയിൻ കഥാപാത്രം ചെയ്യുന്ന നടിയാണ്. അതുമാതിരി തന്നെ എല്ലാവരോടും ഞാൻ സംസാരിച്ചു. എല്ലാവരും നല്ല ആ സീരിയലിലെ എല്ലാവരും നല്ല ആൾക്കാർ. അതായത് അവർ അഭിനയിക്കുന്നവരാണ് ശരി, അതിൻ്റെ ഡയറക്ടറാണ് ശരി, വളരെ നല്ല ആൾക്കാരാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവരുടെ സ്വഭാവങ്ങളും അവരുടെ പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുമാതിരി ഈ നടിയും കണ്ടു. അപ്പോൾ അവരോടൊപ്പം നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റി, അവരോട് സംസാരിക്കാൻ പറ്റി. ഞാൻ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളായതുകൊണ്ട് നല്ല റെസ്പെക്റ്റോട് തന്നെ എല്ലാവരും ആ സെറ്റിൽ എല്ലാവരും നമ്മളോട് പെരുമാറി. വലിയ സന്തോഷമായി തോന്നി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഈ ഇപ്പം നടി കണ്ടില്ലേ, ഞാൻ ഈ നടിയുള്ള സെൽഫി എടുത്താണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇവരോടൊക്കെ സംസാരിച്ച് ഇങ്ങനെ സന്തോഷമായിട്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ സന്തോഷമായിട്ട് പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഓരോരുത്തരുടെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അവർ ചിരിച്ച് സംസാരിച്ച് ഒരു നല്ല പെരുമാറ്റം കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ നടി. അപ്പോൾ അത് കഴിഞ്ഞ് ഇവരൊക്കെ കാണാൻ പറ്റിയില്ല, പരിചയപ്പെടാൻ പറ്റിയില്ല. അവരുടെ സന്തോഷത്തോടെ ഞാൻ അങ്ങനെ പോകുമ്പോൾ ഒരു ലോട്ടറിക്കാരൻ കേട്ടോ വന്നിട്ട് ഇങ്ങനെ എന്താണെന്ന് പറയുക, ഞാൻ അവരിൽ നിന്നൊന്ന് 2 ലോട്ടറി എടുത്തു. ആ 2 ലോട്ടറിയിൽ എനിക്ക് 2000 രൂപ അടിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഞാൻ ഇവരെ കണ്ടു ആ സന്തോഷത്തോടെ വരുമ്പോഴാണ് ആ ലോട്ടറിക്കാരനെ കണ്ടത്. അപ്പോൾ നമ്മൾ ഈ കണ്ടവരുടെ ആ പെരുമാറ്റം, അതായത് അവരോട് പരിചയപ്പെട്ടവരുടെയൊക്കെ ആ ഒരു ഐശ്വര്യവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവരൊക്കെ നല്ല ഐശ്വര്യമുള്ള നടി, നല്ല ഹൈ ലെവലിൽ എത്താൻ പോണ നടിയാണ്, ഉറപ്പാണ്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഐശ്വര്യം കൂടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വന്ന് ഇറങ്ങിയ ഉടനെ 2 ലോട്ടറി എടുത്ത് ആ 2 ലോട്ടറി 2000 രൂപ അടിക്കും എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ എന്തോ കുറേ കാലത്തിന് ശേഷം എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു പ്രോഗ്രാമായിട്ട് വരാൻ പറ്റി. ഇനി അതുമാതിരി നല്ല നല്ല പ്രോഗ്രാമായിട്ട് വരാൻ സാധിക്കട്ടെ കേട്ടോ. ശരി.